ഹലോ എവ്രിവൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്. ടൈംലെസ് വീഡിയോ ആണ്. എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തുന്നത് അന്നേരമാണ് നിങ്ങളുടെ കയ്യിൽ മെസ്സേജസ് വരേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് ഈ കാർഡ്സിൻ്റെ പിക്ചേഴ്സ് ശ്രദ്ധിക്കുക, കണ്ണടയ്ക്കുക, ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് ദെൻ ഏത് കാർഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എടുക്കണം എന്ന് തോന്നുന്നത് ആ ടൈം സ്റ്റാമ്പ് സെലക്ട് ചെയ്യുക. അതല്ല ഒന്നിൽ കൂടുതൽ കാർഡ്സ് എടുക്കണം ഓർ മൂന്നും എടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. കാരണം ഇവിടെ ഞങ്ങൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അറിയേണ്ടത്, ഓക്കെ, നിങ്ങളെക്കുറിച്ച്. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രൂ സെൽഫിലേക്കാണ് ഉയരുന്നത്. ഓൾറൈറ്റ്, സോ അഗെയിൻ പൈൽ 1 ബാലൻസ്, പൈൽ 2 പീസ്, പൈൽ 3 സെൽഫ് മാസ്റ്ററി. ടൈം സ്റ്റാമ്പ് ആൻഡ് എൻ്റെ ഇമെയിൽ ID ഫോർ പേഴ്സണൽ റീഡിങ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷൻ, അവിടെ ഞാൻ ഇംഗ്ലീഷിൽ ഓഡിയോ മെസ്സേജസ് ആണ് ഇടുന്നത് റിലേറ്റഡ് ടു ആർ ഡേ ടു ഡേ ലൈഫ് കൺസേൺ. ഓക്കെ, ഡെയിലി അനുഭവിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ തോട്ട്സ് ആൻഡ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിലാണ് ആ ഓഡിയോ റെക്കോർഡ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളൂ മെസ്സേജസ് അതിനകത്ത്. സോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മെസ്സേജസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് വെൽ ആസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്ത് വെക്കുക ഗൈസ്. ബിക്കോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ചൂസ് ചെയ്തത് ബാലൻസ് എന്ന കാർഡാണ്. ഓക്കെ, സോ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളെ പറ്റി അറിയേണ്ടത്. ഓക്കെ, സോ ഫേസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ മെൻറ്റൽ ബ്ലോക്കേജ്. ബിക്കോസ് ബ്ലോക്കേജസ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ്, ബ്ലോക്കേജസ് ആണ് നമ്മുടെ ഷാഡോ സെൽഫ്. സോ അത് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ നമ്മുടെ ആക്ച്വൽ അതോറിറ്റിയിൽ വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ബ്ലോക്കേജ് ആണ് വന്നത് 6 ഓഫ് സ്വേർഡ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ബ്ലോക്കേജ് ആണ് പഴയ കാര്യങ്ങളിൽ നിന്ന് പുതിയ മാറ്റങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ. ഓക്കെ, ഇപ്പോൾ എന്തൊരു പുതിയ കാര്യമായിക്കോട്ടെ, ചേഞ്ച് ആയിക്കോട്ടെ, ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ, ഇതുവരെ നിങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന ഒരു ഔട്ട്ഫിറ്റ്, ആ ഔട്ട്ഫിറ്റിൽ നിന്ന് മറ്റൊരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്കത് ഇടാനോ അല്ലെങ്കിൽ ആ ഒരു കളർ നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനോ ഔട്ട്ഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല. വളരെയധികം റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ. റെസ്ട്രിക്ഷൻ നിങ്ങളുടെ മൈൻഡിലാണ്, മെൻറ്റൽ ബ്ലോക്കേജ് ആണിത്. ഓക്കെ, അതായിരിക്കാം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു സിഗ്നിഫിക്കൻ. അതുപോലെ തന്നെ ഫുഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെയും വളരെയധികം റെസ്ട്രിക്റ്റീവ് മൈൻഡാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ അത് മറന്ന് മുമ്പോട്ട് പോകാനും നിങ്ങൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് വരുന്നത്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ മറ്റാൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയാലും അവരുടെ പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതാണ് നിങ്ങളുടെ മെൻറ്റൽ ബ്ലോക്കേജ് ഇവിടെ. ഓക്കെ, അതേതൊരു കാര്യത്തിലും ആകാം, റിലേഷൻഷിപ്പ്, ഫ്രണ്ട് സർക്കിൾ, പഠിത്തം, കരിയർ. ഓക്കെ, ആൻഡ് ഈവൻ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ, അതിലും ഇത് വളരെയധികം റെസ്ട്രിക്ട്നെസ് ആണ്. സെക്കൻഡ് ഈസ് കാമിക് ബ്ലോക്കേജ്. സോ കാമിക് ബ്ലോക്കേജ് ഇവിടെ എന്താണ് വരുന്നത്? കാമിക് ബ്ലോക്കേജ് ഇവിടെ വരുന്നത് 5 ഓഫ് വാൻഡ്സ് എനർജിയാണ്. ദാറ്റ് ഈസ് ഒത്തിരി ആൾക്കാരുണ്ട് ആൻഡ് ആ ആൾക്കാരുടെ അവരുടെ തോട്ട്സ്, അവരെന്ത് പറയുന്നു,
അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കർമ്മ ബേസ്ഡ് ആണ്. സോ നിങ്ങൾ കൂടുതലും മറ്റാൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഏറെ പുലർത്താൻ നോക്കുന്നു, പക്ഷെ ആ ആൾക്കാർ നിങ്ങളുടെ ലെവലിലല്ല. ഓക്കെ, ആ ആൾക്കാർ നിങ്ങളുടെ ലെവലാണ്. കാരണം ഇത് എപ്പോഴും കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. സോ കാർമിക് ബ്ലോക്കേജ് എന്ത് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ആരോട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നോ, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏറെ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓൾറൈറ്റ്, ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരും അവരവരുടെ രീതിയിൽ എങ്ങനെയാണ് ലൈഫിൽ വരുന്നത് അതുപോലെ എടുക്കുക. നെക്സ്റ്റ് ഇസ് അതർ ബ്ലോക്കേജസ്. അതർ ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ വേൾഡ് കാർഡാണ് വന്നത്. അതർ ബ്ലോക്കേജ് വേൾഡ് കാർഡ് വരുമ്പോൾ ദാറ്റ് മീൻസ് വെളിയിലോട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ ചെയ്തു വരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം. അതിലൊരു മാറ്റം വന്നാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ആൻഡ് ടെൻഷനാണ്. ഓക്കെ, വേൾഡ് കാർഡ് ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്. വേൾഡ് കാർഡ് നിങ്ങളുടെ സ്ഥലത്തു നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാർഡാണ്. സോ ഇവിടെ കാണുന്ന ബ്ലോക്കേജ് എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാലൻസ്. നിങ്ങൾ എടുത്ത കാർഡ് ബാലൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരേണ്ടതുണ്ട്, പെർട്ടിക്കുലർലി നിങ്ങളുടെ ഇമോഷണൽ സെൽഫിൽ. കാരണം നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റാൾക്കാരുടെ അഭിപ്രായങ്ങളിൽ നിൽക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ്. ഓൾറൈറ്റ്, നാ നിങ്ങളുടെ സെൻറ്റർ, ദാറ്റ് ഈസ് മെയിൻ ഇഷ്യൂ എന്താണ് ലൈഫിൽ എന്ന് നോക്കാം. മെയിൻ ഇഷ്യൂ സക്സസ് ഇല്ലായ്മ. ഓക്കെ, ഓർ സക്സസ് വേണം, പക്ഷെ എഗെയിൻ ഏത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ. ഓക്കെ, സക്സസ് വേണം, പക്ഷെ എവിടെ പോകണം, ഏത് റൂട്ട് എടുക്കണം, എന്ത് പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു 2 ചോയ്സസ് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ചോയ്സ് അക്സെപ്റ്റ് ചെയ്യാൻ. ഏത് ചോയ്സ് എടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെയാണ് നിങ്ങൾ മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി കോൺഫ്ലിക്റ്റിംഗ്. ബിക്കോസ് ഇവിടെ ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 അഭിപ്രായമായിരിക്കും. ആൻഡ് 5 അഭിപ്രായങ്ങൾ കേൾക്കാൻ പോയാൽ നമുക്കൊരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നിങ്ങൾ ഔട്ട് ഓഫ് ബാലൻസ് ആകുന്നത്. ആൻഡ് എഗെയിൻ സെയിം തിങ്, ഇവർക്ക് വേണ്ടത് വേറൊന്നാണ്, ഇവിടെ നിൽക്കുന്ന ആൾക്ക് വേണ്ടത് വേറൊന്നാണ്. ഇവിടെ ഇരിക്കുകയാണ് ആൾക്കാർ, അതും 2 പേര് 2 തരമാണ്. ഒരു കുഞ്ഞാണൊന്ന്, ഇച്ചിരിയും കൂടി മുതിർന്നവരാണ്. ഇവിടെ ഒരാൾ നിൽക്കുകയാണ്. സോ 3 പേരുടെ ആഗ്രഹങ്ങൾ, 3 പേരുടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ, ആൻഡ് ഇത് മെയിൻ പ്രോബ്ലം ഈ ഒരു സെൽഫ് ഒബ്സെഷൻ, ദാറ്റ് ഈസ് എന്ത് ചെയ്തു വരുന്നു അത് തന്നെ ചെയ്യാം, അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന എന്ന് വെച്ച് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ സെൻറ്റർ ഇഷ്യൂ എന്താണ്? ഇൻഡിസിസീവ്നെസ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അതോറിറ്റി നിങ്ങളുടെ കയ്യിലാണ്, പക്ഷെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റാൾക്കാരിലാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഒബ്സ്റ്റിക്കിൾ. നിങ്ങളുടെ ഒബ്സ്റ്റിക്കിൾ പൊസിഷനിൽ വന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വിജയം വേണം. ഓക്കെ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ ചെയ്യേണ്ട അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. മൈറ്റ് ബി ബിക്കോസ് നിങ്ങൾ മറ്റാൾക്കാർ എന്ത് പറയുന്നു അതാണ് കേൾക്കുന്നത്, അവർ പറയുന്ന അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. സോ അവർ പറയുന്ന ആ ഒരു വർക്ക് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേണ്ട വർക്ക് അല്ലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഇത് ഒബ്സ്റ്റിക്കിളിലാണ് വന്നത്. ഞാൻ ഒബ്സ്റ്റിക്കിളാണ് ചോദിച്ചത്, എന്താണ് ഈ ഒബ്സ്റ്റിക്കിൾ? ഓക്കെ, ഇൻഡിസിസീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് നല്ലൊരു കാർഡാണ്, റിവാർഡ്സിൻ്റെ കാർഡാണ്. പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകർ നന്നായി വർക്ക് ചെയ്യുന്നു, പക്ഷെ അവർക്ക് അതിൻ്റെ റിവാർഡ്സ് കിട്ടുന്നില്ല. ചില പ്രേക്ഷകർ അവർക്ക് ചെയ്യേണ്ട വർക്ക് അവർ ചെയ്യുന്നില്ല, മറ്റാൾക്കാർ പറയുന്ന വർക്കുകളാണ് ചെയ്യുന്നത്. ഓക്കെ, സോ
What is there in their conscious mind? Okay. What is there in the conscious mind of group 1? Conscious mind of group 1. Conscious. നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്താണ്? മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒത്തിരി സ്ട്രെസ്സാണ്, നിങ്ങൾ ഒത്തിരി ടെൻഷനിലാണ്. ഓക്കെ, ചിലപ്പോൾ ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും മറ്റാൾക്കാരിൽ അഭയം തേടുന്നത്. ഓക്കെ, മറ്റാൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടുന്നത്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഏറെയുണ്ട്. പക്ഷെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്ര പാർട്ടേ ഉള്ളൂ, ബാക്കി ഇത്രയും പാർട്ട് ഓക്കെയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് വെളിയിലിറങ്ങാവുന്നതാണ്. ഓൾറൈറ്റ് ഗൈസ്, സോ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളിപ്പോൾ റൂൾ ചെയ്യുന്നത്. ഒരാൾ സ്ട്രെസ്സോ ടെൻഷനിലുണ്ടെങ്കിൽ, സ്ട്രെസ്സും ടെൻഷനിലാണ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ആ ഡിസിഷൻ ഒരിക്കലും സക്സസ് ആവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം, സെൻറ്റർ ഇഷ്യൂ ഇവിടെ ഇങ്ങനെ വരുന്നത്. വർക്ക് ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല, ഓർ വർക്ക് ചെയ്താലും ഡിസിഷൻ ശരിക്കെടുക്കാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം, മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഇത് നല്ല കാർഡാണ്. സി, നിങ്ങളുടെ ഹിഡൻ മോഷൻ എന്താണ്? എന്നാൽ നിങ്ങളുടെ മനസ്സിനുള്ളിനുള്ളിൽ ഇത് കോൺഷ്യസ് ആണ്, നിങ്ങൾക്കറിയാം എന്താണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വിജയം നേടണം, എപ്പോഴും മുന്നിൽ വരണം. ഏതൊരു ഫീൽഡിലാണോ നിങ്ങൾ, ആ ഫീൽഡിൽ മുന്നിൽ വരണം. നിങ്ങൾ വീട്ടിലാണ്, ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പാണ് അന്വേഷിക്കണമെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാകണം. ഓക്കെ, ഒരു പ്രത്യേകിച്ചുള്ള റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതൊക്കെയാണ് നിങ്ങളുടെ ഉൾമനസ്സ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഓക്കെ, പക്ഷേ അവിടെ റൂൾ ചെയ്യുന്നത് എന്താണ്? ഇതാണ് റൂൾ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഇത് വളരെ നല്ല കാർഡാണ്. ബിക്കോസ് ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഒരു റിയാലിറ്റി മാത്രം നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം സ്പീഡപ്പ് ആവും. കാരണം ഓൾറെഡി നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം എവിടെയാണ് നിങ്ങൾ ശരിക്കും പ്രയത്നിക്കേണ്ടത്. ആൻഡ് പ്രയത്നിക്കുന്നവർക്ക് റിവാർഡ്സും ഓട്ടോമാറ്റിക്കലി വന്നു കിട്ടും മെൻ്റൽ കോൺഫ്ലിക്ട്സ് മാറ്റുമ്പോൾ. ആൻഡ് നിങ്ങളുടെ ഇഷ്യൂ, ദാറ്റ് ഇസ് സക്സസ് ഇല്ലായ്മ, ഓക്കെ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിൽ സക്സസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അതൊക്കെ മാറി നിങ്ങൾക്ക് സക്സസ് ആണ്, വിജയമാണ്. ആൻഡ് ഈവൻ ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ട്രാവലിംഗ് ബിസിനസ്സും ആകാം, ഓക്കെ, ഓർ ട്രാവലിംഗ് ബിസിനസ് ഓപ്പൺ ചെയ്യണം എന്നാകാം. അതിലൊക്കെ വരുന്ന പ്രശ്നം മെൻ്റൽ കോൺഫ്ലിക്റ്റ് മാത്രമാണ്, ആസ് വെൽ ആസ് മറ്റാൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ആ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ യുവർ എൻവയൺമെൻറ്റ്. നിങ്ങളുടെ അടുത്തുള്ള ചുറ്റുവട്ടം എങ്ങനെയാണ്? ചുറ്റുവട്ടം ഇതാണ് വന്നത്, ടെംപ്റ്റേഷൻ, ഡെവിൽ കാർഡാണ്. ആൻഡ് ഇത് ആക്ച്വലി ഇതുമായിട്ട് വളരെയധികം റെസനേറ്റ് ആണ്. ഇതെന്താണ്? കോൺഫ്ലിക്റ്റ്. എപ്പോഴും നോക്കിയാലും കോൺഫ്ലിക്റ്റ്, ചതി, വഞ്ചന, അതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, ഒരാൾക്ക് മറ്റാളുടെ വിജയം കാണാൻ പറ്റായ്മ, ജലസി, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് നിങ്ങളുടെ എൻവയൺമെൻറ്റിൽ ഇതാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഇടപെടുന്ന ആൾക്കാർ എവിടെയൊക്കെയോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജലസി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഉണ്ട്. ജലസി ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേറുന്നത്, നിങ്ങളുടെ ലൈഫിൽ നന്നായി വരുന്നത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ, ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങൾക്ക് നല്ലത് വരുന്നത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് അവർക്ക് അത് ഏൽക്കാൻ പറ്റില്ല. അവർക്ക് തന്നെ എല്ലാം നല്ലത് വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ, ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മറ്റാൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിജയങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസ്, ഇതൊന്നും നിങ്ങൾ തുറന്ന് പറയരുത്. ഓക്കെ, അത് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റാം.
Now, hopes and fears, emotional loss. സോ ഗൈസ്, എവിടെയോ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ലോസ്, ഓക്കെ, ലോസ് എന്ന് വെച്ചാൽ ഇമോഷണലി നിങ്ങൾ കമ്മിറ്റ് ചെയ്ത ഒരു കാര്യം, അത് റിലേഷൻഷിപ്പ് ആകാം, കരിയർ ആകാം, പ്രോജക്റ്റ് ആകാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആകാം. ഓക്കെ, ഇപ്പം ചില എഡ്യൂക്കേഷൻ വൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില പ്രേക്ഷകർ ഒത്തിരി പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ആ പഠിച്ചതിൻ്റെ ആ ഒരു ലെവലിലുള്ള ജോബ് അല്ലായിരിക്കും ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ അവർ ജോബ് ചെയ്യുന്നില്ലായിരിക്കാം, ഓർ എൽസ് അവർ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ അവർക്ക് റിവാർഡ്സ്, ആ ഒരു വിചാരിക്കുന്ന രീതിയിലുള്ള അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നില്ലായിരിക്കാം. സോ എവിടെയോ ഭയങ്കര ഇമോഷണൽ ലോസ് ആണ് അവർക്ക്, ഒരു ദുഃഖം, ഒരു സാഡ്നെസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ആവില്ല, എന്നാൽ ഓൾമോസ്റ്റ് ഒത്തിരി പ്രേക്ഷകർക്ക്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഹാർട്ട് ചക്ര, ലവ് എന്ന വാക്ക്, ലവ് എന്ന വാക്കുമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ അഫർമേഷൻസ് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഇമോഷണൽ ലോസിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങാം. ഓൾറൈറ്റ്, സോ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ? ഇഫ് ദ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് വർക്ക് ഓൺ ദീസ് concepts, what will be their future? Future itself is hope. Future തന്നെ ഹോപ്പാണ്, ഒരു സ്റ്റാർ കാർഡാണിത്. ഓക്കെ, സോ ഹോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ്, സീ ഹിയർ വൺസ് അഗെയിൻ, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, മറ്റാൾക്കാരോട് അഭിപ്രായം ചോദിക്കുക, മറ്റാൾക്കാർക്ക് അഭിപ്രായം ചോദിക്കാതിരിക്കുക, ആൻഡ് മറ്റാൾക്കാരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സക്സസ്സിനെ പറ്റിയിട്ടായിക്കോട്ടെ, നിങ്ങളുടെ അംബിഷൻസിനെ പറ്റിയിട്ടായിക്കോട്ടെ, അത് പറയാതിരിക്കുക. നിങ്ങൾക്കറിയാം ആരാണ് നിങ്ങളോട് ജലസി കാണിക്കുന്നത്, അവരെ അകറ്റി നിർത്തുക. സംസാരിക്കാതിരിക്കേണ്ട എന്നല്ല പറയുന്നത്, സംസാരിച്ചോളൂ, പക്ഷെ അകറ്റി നിർത്തുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ പ്ലസ് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ എക്സാക്ട് ഹാർഡ് വർക്കിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഓക്കെ, എക്സാക്ട് എഫേർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഓർ എൽസ് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ഓക്കെ ശരിയാണോ, എത്ര കൊടുക്കുന്നു, ഓക്കെ, നിങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾ എഫേർട്ട് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്ലസ് ലവ് എനർജി അല്ലെങ്കിൽ ഹാർട്ട് ചക്ര എനർജിയുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഹോപ്പ് ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും, നിങ്ങൾക്ക് റിക്കഗ്നിഷൻ കിട്ടും, നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാവും. ലവ് എന്ന എനർജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകും. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്, നിങ്ങൾക്ക് നല്ല ഹോപ്പ് ഉണ്ടാകും ലൈഫിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകും. സോ ദാറ്റ് മീൻസ് ഓവറോൾ ഇവിടെ വേണ്ടത് ബാലൻസ് ആണ്. ബാലൻസിൻ്റെ കാർഡ് തന്നെ വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ഓർ എൽസ് നിങ്ങൾ ഓൾറെഡി ബാലൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. യിങ് യാങ് ബാലൻസ് എനർജീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അഫർമേഷൻസോ സബ്ലിമേഴ്സോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളിത് ചെയ്യുന്നുണ്ട്, ഓർ എൽസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കോൺഫ്ലിക്റ്റ്, മെൻ്റൽ കോൺഫ്ലിക്റ്റ് അകന്ന് മാറും, നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആകും. സോ ഗൈസ്, ഇതായിരുന്നു നിങ്ങളിപ്പോൾ അറിയേണ്ടത് നിങ്ങളെപ്പറ്റി. സോ ദാറ്റ് ഓക്കെ, നിങ്ങളുടെ ട്രൂ സെൽഫ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷനിൽ ഒന്ന് പോയി ഓഡിയോസ് കേട്ട് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ അത് എന്തെങ്കിലും ഉപകാരം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ചൂസ് ചെയ്തത് പീസ് ആണ്. സോ നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അറിയേണ്ടത്, സോ ദാറ്റ് നിങ്ങളുടെ ട്രൂ സെൽഫ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ. സോ ആദ്യം നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്ലോക്കേജസ്, ബിക്കോസ് ബ്ലോക്കേജസ് ആണ് നമ്മുടെ ഷാഡോ. സോ
നമ്മുടെ ഷാഡോ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഉയരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. Okay, mental blockage for group 2. What is the blockage for group 2? Okay, blockage is 4 of wands, that family thinking. All right, family thinking എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കുന്നത്. അത് തന്നെ ഒരു മെൻ്റൽ ബ്ലോക്കേജ് ആണ്. എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സോ മുൻഗണന നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾക്കാണ്, അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ. എന്ത് ചെയ്താൽ അവർക്ക് സന്തോഷം കൊണ്ടുവരാം. ഓക്കെ, എന്ത് ചെയ്താൽ അവർ ഹാപ്പി ആയിരിക്കും, അവർക്ക് സമാധാനം ഉണ്ടാവും, അവർക്ക് സ്വസ്ഥത ഉണ്ടാവും. അതാണ് നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജ് തന്നെ. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിൽ ശ്രദ്ധിക്കുന്നില്ല. ഇത് ചില പ്രേക്ഷകർക്ക് അവർക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, അത് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ഫാമിലി തന്നെയാണ് ബ്ലോക്കേജ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ഐഡിയ അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവർ അംഗീകാരം നൽകുന്നില്ലായിരിക്കാം. ഇത് 2 വേസ് പോകുന്നുണ്ട്. സോ ചില പ്രേക്ഷകർക്ക് ആദ്യം പറഞ്ഞ കാര്യമാണ്, ചില പ്രേക്ഷകർക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ മെൻ്റൽ ബ്ലോക്കേജ് ഫാമിലിയാണ് വരുന്നത്. അതുപോലെ തന്നെ സന്തോഷം ഒരു ബ്ലോക്കേജാണ്. ഗൈസ്, സന്തോഷം ഇവിടെ പറയാനുള്ളത്, സന്തോഷം എങ്ങനെയാണ്? ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകുക, എന്നിട്ട് പെട്ടെന്ന് ആ സന്തോഷം മാറുക. ലൈഫിൽ നമുക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ സന്തോഷമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകണം, നമ്മുടെ ഫേസിൽ സന്തോഷം ഉണ്ടാകണം. അത് ഫേക്ക് സന്തോഷമല്ല ഞാൻ പറയുന്നത്, ഉള്ളിൽ നിന്ന് സന്തോഷം ഉണ്ടാകണം. അതിന് നമ്മുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമാണ്. അത് തന്നെ എന്നും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം എന്നും നിലനിൽക്കും. സന്തോഷമാണ് ചിലരുടെയൊക്കെ ബ്ലോക്കേജ്. ചിലർക്കൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല, അതും ഒരു ബ്ലോക്കേജാണ്. ഓൾറൈറ്റ്, കാർമിക് ബ്ലോക്കേജ്, എംപറർ. ഓൾറൈറ്റ്, സോ കാർമിക് ബ്ലോക്കേജ് ചിലർക്ക് എംപറർ കാർഡാണ്. എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ, ഓർഎൽസ് ഒരു ഫീമെയിൽ തന്നെ, പക്ഷെ മാസ്കുലിൻ എനർജി. ഓക്കെ, മാസ്കുലിൻ എനർജി ഏറെ ഉള്ള ഒരാൾ. ആ ആളുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ബാധകമാണ്. കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3D വേൾഡിലുള്ള കാര്യം. ദാറ്റ് ഈസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ നിങ്ങളെ ഒത്തിരി അവരുടെ അതോറിറ്റീൻ്റെ അകത്ത് വെക്കുന്ന ഒരാൾ. ദാറ്റ് മീൻസ് അവർ പറയുന്നതേ ചെയ്യാവൂ എന്നുള്ള പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് വ്യൂവിൽ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ. ഓക്കെ, ഒരു സ്റ്റബേൺ എന്ന രീതിയിൽ നോക്കുന്ന ഒരാൾ. ഓക്കെ, ഏതോ ഒരാളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ, അല്ലെങ്കിൽ ഒരു മാസ്കുലിൻ എനർജി ഉള്ള ഒരാൾ നിങ്ങളെ ഒത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഒരു കൺട്രോളിങ് നിങ്ങളുടെ ലൈഫിലുണ്ട് മറ്റാരുടെയും. ഓക്കെ, ആസ് വെൽ ആസ് ചില പ്രേക്ഷകർക്ക് ഇവിടെ സ്വന്തം കൺട്രോളിങ് നേച്ചർ വിടണം എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു കൺട്രോളിങ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം പറയാം. ടേബിൾ സെറ്റ് ചെയ്തു, ഇപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരെ കാണാം, അവർ ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ പ്ലേറ്റ് അവിടെ ഇരിക്കാവും, അവിടുന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ അതൊക്കെ കൺട്രോളിങ് ഇഷ്യൂസാണ്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനത്തെ കൺട്രോളിങ് ഇഷ്യൂ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. ബിക്കോസ് ആ ഒരു കൺട്രോളിങ്ങിൽ നിങ്ങളുടെ കർമ്മ അതുപോലെ മറ്റാരുടെയെങ്കിലും കർമ്മകൾ ഫോമിലാണ് പോകുന്നത്. ഓൾറൈറ്റ്, അതർ ബ്ലോക്കേജസ് റിഗ്രറ്റ്സ് ആണ്, ഗിൽട്ടാണ്, വിഷമമാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ചില പ്രേക്ഷകർ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അവരുടെ
സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു. ചില പ്രേക്ഷകർ അവരുടെ ഫാമിലിക്കെതിരെ പോകാൻ തയ്യാറല്ല, അതുകൊണ്ട് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നു. ആരോ കൺട്രോളിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ കൺട്രോളിങ് പവറിനെ എതിർക്കാന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വേയിലും എതിർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എഗെയിൻസ്റ്റ് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഓരേൽസ് ആ ഒരു കൺട്രോളിങ് പവർ നിങ്ങളുടെ ലൈഫിൽ ഏറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മറ്റൊരു ബ്ലോക്കേജ്, നിങ്ങൾ പോലും അറിയാതെ ഉണ്ടാകുന്ന ബ്ലോക്കേജാണ് നിങ്ങളുടെ വിഷമങ്ങൾ. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലോക്കേജ് ആയിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇനി ചില പ്രേക്ഷകർ ആർക്കൊക്കെ സന്തോഷമാണോ ഇവിടെ ബ്ലോക്കേജ് ആയിട്ട് വന്നത്, അവരുടെ പ്രശ്നം ചിലപ്പോൾ ഈ വിഷമങ്ങളായിരിക്കും. ഈ വിഷമങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് കൺട്രോളിങ് ഇഷ്യൂസ് ലൈഫിൽ ഉണ്ടാകുന്നു. അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നു കാര്യങ്ങൾ. ഓക്കെ, അതും ഒരു ബാഡ് കർമ്മയായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് മാറുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ മെൻ്റൽ ബ്ലോക്കേജും മാറും. ആൻഡ് കാമിക് ബ്ലോക്കേജ് യെസ് ടൈം എടുക്കും, പക്ഷേ അതും മാറും. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സെൻട്രൽ ഇഷ്യൂ എന്താണ്. ലെറ്റ്സ് സീ, എന്താണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്, എന്താണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ. ബ്ലോക്കേജസ് കണ്ടു. സി, കൺട്രോൾ, ഫൈനാൻസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്. സോ ഞാൻ പറഞ്ഞിരുന്നു ചില പ്രേക്ഷകർക്ക് കൺട്രോളിങ് നേച്ചർ ഏറെയുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങളും അവർ ഇടപെടും, മറ്റുള്ളവരുടെ കാര്യത്തിലും സ്വന്തം അഭിപ്രായം ഒന്ന് പറയണം. ആൻഡ് ആ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം. അങ്ങനെ പ്രേക്ഷകരുണ്ടെങ്കിൽ യെസ്, ഈ കൺട്രോളിങ് നേച്ചർ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ചില പ്രേക്ഷകർ ദാറ്റ് ഈസ് പണത്തിൻ്റെ വരവ് ചെലവ് അതിലേറെ ടെൻഷനാണ്. ഓക്കെ, സോ ഒത്തിരി ഹോൾഡ് ഓൺ ചെയ്യുന്നു. ചില ആൾക്കാർ ചില പ്രേക്ഷകർ വളരെ കുറവാണ് ചിലവഴിക്കുന്നത്. അവർക്കുണ്ട്, പക്ഷേ നാളെ എന്ത്, തീർന്നു പോയാൽ എന്ത് എന്നുള്ള അമിതമായ ആലോചന. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർക്ക് ഇല്ല, അപ്പോൾ എൻ്റെ കയ്യിൽ സമ്പാദ്യമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ എങ്ങനെ ജീവിക്കും, നാളെ കാലത്ത് എന്താകും എന്നുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ ചില പ്രേക്ഷകർക്ക്. സോ കൺട്രോളിങ് ആൻഡ് ഹോൾഡ് ഓൺ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ. ഇത് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അത് മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ബിക്കോസ് 3 of Swords, ദാറ്റ് ഈസ് നിങ്ങൾ ഏറെ ചീറ്റിംഗ്, ബിട്രയൽ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇഷ്യൂ നിങ്ങളുടെ ലൈഫിലുള്ളത്. ഏത് പ്രേക്ഷകരാണോ കൺട്രോളിങ് ഉള്ളത് അത് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. സോ ഹാർട്ട് ഹീൽ ചെയ്യൂ, ഹാർട്ട് ചക്ര സബ്ലിമൽസ് കേൾക്കൂ, അഫർമേഷൻസ് കൊടുക്കൂ, ഹീലിംഗ് കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ. ഹീലിംഗ് കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഈ കൺട്രോളിങ് നേച്ചർ നിങ്ങളെ മാറും. ചില പ്രേക്ഷകർക്ക് ഈ ഒരു ഡിസെപ്ഷൻ ഉണ്ടായപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എല്ലാ സമ്പാദ്യങ്ങളും പോയി കാണും. ഓക്കെ, അത് ബിസിനസ് ലോസ് ആകാം, ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ചതി വഞ്ചനയാകാം, കരിയറിൽ വരുന്ന ചതി വഞ്ചനയാകാം, ഈവൻ റിലേഷൻഷിപ്പിലും വരുന്ന ചതി വഞ്ചന കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഏറെ സമ്പാദ്യങ്ങൾ പോയി കാണും. ആൻഡ് അത് പോയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പം ഇത്രയും ഹോൾഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർ ഇനി നിങ്ങൾ ആണെങ്കിൽ പ്ലീസ് ടേക്ക് ആസ് ഇറ്റ് റെസനേറ്റ്, എല്ലാവർക്കും അല്ല. ഇതിനകത്ത് ചില പ്രേക്ഷകർ ചിലപ്പം ബിട്രയൽ ചെയ്ത് ചിലരുടെ പണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സാധ്യത എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടേക്ക്, ദാറ്റ് ഈസ് ഇനി ഫ്യൂച്ചറിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ദെയർ റിട്ടേൺ ഇറ്റ് ബാക്ക്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നോക്കാം എന്താണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ്. ഓക്കെ, സോ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിക്ടറി ആൻഡ് സക്സസ് ആണ്. സോ നിങ്ങളുടെ ഈ കോൺഷ്യസിൽ നിങ്ങൾക്ക് വിജയം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്വബോധത്തിലുണ്ട് ആ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് വിക്ടറി സക്സസ് ഉണ്ട്. ഇനി റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് യെസ് നിങ്ങൾ സക്സീഡ് ആകും.
നിങ്ങൾ ജോബിലാണ് അന്വേഷിക്കുന്നത്, എഡ്യൂക്കേഷൻ ഫ്രണ്ടാണ് അന്വേഷിക്കുന്നത്, ബിസിനസ്സാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, നിങ്ങൾ സക്സസ്ഫുൾ ആകും. ഓക്കെ, ദാറ്റ്സ് എ നൈസ് കാർഡ്. ഓക്കെ, what they are dealing with in their inner mind. Spiritual strength. All right, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്താണ്? സ്പിരിച്വലി ആണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ദൈവവിശ്വാസം. ഓക്കെ, ദൈവം, യൂണിവേഴ്സ്, ഡിവൈൻ, ഏഞ്ചൽസ്, ആ ഒരു ഹയർ പവറിന് ഭയങ്കര വിശ്വാസമാണ്. ഓൾ റൈറ്റ്, ആൻഡ് ഈ വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ഉറപ്പുള്ളത് നിങ്ങൾ വിജയം നിങ്ങൾക്ക് കൈവരും എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ കാർഡാണ്. ഒന്ന് 3 ആണ് ആൻഡ് നോട്ട് 3 സോറി, ഒന്ന് 6 ആണ് ആൻഡ് ഒന്ന് 9 ആണ്. 6 ബാലൻസിൻ്റെ കാർഡാണ്, 9 കംപ്ലീഷൻ. ഓക്കെ, ഇൻ ദ പ്രോസസ് ഓഫ് കംപ്ലീഷൻ എന്നുള്ള കാർഡാണ്. ആൻഡ് നിങ്ങൾക്കേറെ ഉറപ്പുണ്ട്, നിങ്ങൾ എല്ലാം സറണ്ടർ ചെയ്യുന്ന ടൈപ്പാണ്. ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സറണ്ടർ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ. വളരെ നല്ല കാർഡ്സാണ് ഇത് രണ്ടും. ന്യൂ ബിഗിനിങ്സ്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ, ഓക്കെ, എവിടെയാണോ നിങ്ങൾക്ക് ഈ മറ്റാൾക്കാരിൽ നിന്ന് അതോറിറ്റേറ്റീവ് എനർജി കിട്ടുന്നത്, ഓക്കെ, ഒരു കൺട്രോളിങ് എനർജി കിട്ടുന്നത്, അവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരാണോ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കൺട്രോളിങ് പവർ ഉള്ളത് ആ ആളെ നിങ്ങളുടെ രീതിയിൽ മാറ്റാനായിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ന്യൂ ബിഗിനിങ്സ് ആണ് അവിടെ വരുന്നത്. ഹോപ്സ്, ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത്, അതിൽ ഫെർട്ടിലിറ്റിയാണ് വരുന്നത്. ഫെർട്ടിലിറ്റി എംപ്രസിൻ്റെ കാർഡാണ്. ദാറ്റ് മീൻസ് അബണ്ടൻസിൻ്റെ കാർഡാണ്. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് വിത്ത് ദ ഫ്ലോ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ മെൻറ്റൽ ബ്ലോക്കേജ് മാറിക്കിട്ടും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ കാമിക് ബ്ലോക്കേജും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വരുന്നത് ഫെർട്ടിലിറ്റിയാണ്. ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഫുൾഫിൽ, ദാറ്റ് ഈസ് വളരെ ഹൈ ലെവലിൽ കാര്യങ്ങൾ എത്തില്ലെങ്കിലും തുടക്കം നിങ്ങൾ എന്തായാലും ചെയ്യും. ഓക്കെ, ഓൾ റൈറ്റ്, വാട്ട് ഈസ് ദ future of pile 2? What will be the future of pile 2, those who want peace in their life? Love begins. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യൂ, പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ലവ് എനർജിയുമായിട്ട് ഏറെ കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ശാന്തത മനോഭാവം കൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ തന്നെ തുടർന്ന് കൂടുതൽ സ്നേഹം നിങ്ങൾക്കും കൂടി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് വിജയമാണ്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യവും സുബോധ മനസ്സും അബോധ മനസ്സിലും ഉള്ള ഒരു കാര്യം സക്സസ് മാത്രമാണ്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ ലൈഫിൽ പീസാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ ഇടയിലും നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ലൈഫ് ജേർണിയിലും പീസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. സോ ബ്യൂട്ടിഫുൾ എനർജി, ബ്യൂട്ടിഫുൾ കാർഡ്സ്, വളരെ പീസ്ഫുൾ തന്നെയായിരുന്നു. ഈവൻ തോ യെസ്, ഫാമിലി ചില സമയത്ത് വളരെ റെസ്ട്രിക്റ്റിംഗ് ആകാം, എന്നാലും നിങ്ങളുടെ ഔട്ട്കം വളരെ പീസ്ഫുൾ ആണ്, ബിക്കോസ് ലവ് ആണ്. ഓൾറൈറ്റ്, സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷനിൽ വളരെ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിൽ ഞാൻ ഓഡിയോ ഇടാറുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഐ ബട്ടണിലും കാണാം. ഓക്കെ, അത് കേട്ട് നോക്കൂ. നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഉപകാരം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.
See you soon in the next video. Bye bye. Hello Group 3. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് സെൽഫ് മാസ്റ്ററി കാർഡാണ്. സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിപ്പോൾ നിങ്ങളെ പറ്റി അറിയേണ്ടത്, സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ സെൽഫ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നോക്കുന്നത് ബ്ലോക്കേജസ് ആണ്. കാരണം ബ്ലോക്കേജസ് ആണ് നമ്മുടെ ഷാഡോസ്. നമ്മൾ നമ്മുടെ ഷാഡോ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിൽ എത്തുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് മെൻ്റൽ ബ്ലോക്കേജ്. See, wow, 6 of Wands ആണ് മെൻ്റൽ ബ്ലോക്കേജ്. ഓക്കെ, സോ 6 of Wands എന്താണ്? എപ്പോഴും വിക്ടറി, സക്സസ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സക്സസ് തന്നെ വേണം എന്നുള്ള ഒരു ബ്ലോക്കേജാണ്. ലൈഫിൽ എന്തൊരു കാര്യം എടുത്തോട്ടെ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, കരിയർ, ജോബ്, എഡ്യൂക്കേഷണൽ ഫ്രണ്ട് ആയിക്കോട്ടെ, ഈവൻ ഹെൽത്ത് ആയിക്കോട്ടെ, എപ്പോഴും സക്സസ് അല്ല, റൈറ്റ്? ബട്ട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങൾക്ക് സക്സസ് തന്നെ വേണം. ഓക്കെ, ഓൾവേസ് നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ കയ്യിൽ ലക്ക് ഉണ്ടായിരിക്കാം, ആൻഡ് അതുകൊണ്ട് നിങ്ങൾ സക്സസ് ആയിരിക്കും എപ്പോഴും അനുഭവിച്ചിരിക്കുന്നത്. സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് സക്സസ് ലഭിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഡൗൺഫോൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് തന്നെയാണ്. സോ അതർവൈസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സക്സസിനെ ഈഗോയിസ്റ്റിക് ഫ്രണ്ടിലാണ് കൊണ്ടുപോകുന്നത്. ഏത് രീതിയിലും ആകാം, എപ്പോഴും സക്സസ് തന്നെ വേണം. ഓരേസ് നിങ്ങളുടെ സക്സസ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സക്സസ് ഓർ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സക്സസ്സിൽ നിങ്ങൾ ഈഗോയിസ്റ്റിക് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ്. കിങ് ഓഫ് സോർഡ്സ്, ഇതാണ് നിങ്ങളുടെ കാർമിക് ബ്ലോക്കേജ്. കാർമിക് ബ്ലോക്കേജ് എന്ന് വെച്ചാൽ ആൾക്കാരോട് ഇടപെടുമ്പോൾ, മറ്റാൾക്കാരോടോ നിങ്ങളുടെ സഹപ്രവർത്തകരോടോ ഓക്കെ ആരോടെങ്കിലും നിങ്ങൾ ഇടപെടുമ്പോൾ വളരെ ഹാർഷായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹാർഷായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേർക്കുള്ള സത്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നേരിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് ആ ഒരു പറച്ചിൽ, ആ ഒരു സ്വേർഡ് പെട്ടെന്നായിരിക്കും അവരുടെ മനസ്സിൽ കൊള്ളുന്നത്. ഓക്കെ, സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈഗോയിസ്റ്റിക് ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഹാർഷ് വേർഡ്സ് വരുന്നത്. ജസ്റ്റ് ബിക്കോസ് അവർ നമ്മുടെ ഒപ്പമല്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മാതിരി സക്സസ് കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കാമിക് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് നിങ്ങൾ എപ്പോൾ ഹാർഷായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇഫ് സപ്പോസ് നിങ്ങൾ ഒരു പ്രോജക്റ്റ് എടുത്തു, നിങ്ങളുടെ കൂടെ ഒരു കൊലീഗ് ഉണ്ട്, ആൻഡ് നിങ്ങൾക്കാണ് ആ പ്രോജക്റ്റിൽ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ അതിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് യെസ് എനിക്ക് ഇത്ര ഇത് കിട്ടി, കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ആ സഹപ്രവർത്തകരോട് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈഗോ ലെവലല്ലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ സന്തോഷമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള കൊലീഗിന് അത് വളരെയധികം ഹേർട്ട് ചെയ്യും. കാരണം ആ ഒരു കൊലീഗും നിങ്ങളുടെ കൂടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കാണ് അപ്രിസിയേഷൻ കിട്ടിയത്, അവർക്കല്ല. സോ അവിടെ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ കാമിക് ബ്ലോക്കേജ് കൊണ്ടുവരികയാണ്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കൂ. അതർ ബ്ലോക്കേജസ്, എംപറർ. ഓ ഗോഡ്, ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, ഈഗോയിസ്റ്റിക് ലെവലിലുള്ള നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇത് നിങ്ങളുടെ ബ്ലോക്കേജ് ആണ്. പ്ലസ് അതോറിറ്റി നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആണ്. അതോറിറ്റി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വേണം മുൻഗണന, ഓർഡേഴ്സ് നിങ്ങളുടെ അണ്ടറിൽ വേണം മറ്റാൾക്കാർ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ അണ്ടറിൽ വേണം മറ്റാൾക്കാർ അഡ്വൈസസ് എടുക്കാൻ. അവരവരുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്താലും നിങ്ങളോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതൊരു ബ്ലോക്കേജാണ്, അത് നിങ്ങളുടെ ബ്ലോക്കേജാണ്. ആസ് വെൽ ചില പ്രേക്ഷകരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരാൾ തന്നെ ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു ബ്ലോക്കേജായിട്ട് വരുന്നുണ്ട്. ഓക്കെ,
സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഈ 3 ബ്ലോക്കേജസ് ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ഓൾറെഡി ഞങ്ങൾ കണ്ടു, എന്നാലും ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവും. ലെറ്റ്സ് സീ. Ace of Pentacles. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇഷ്യൂ ആണ് പുതിയതായ ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഐഡിയ കൊണ്ടുവരാൻ. അത് പ്രോജക്റ്റ് ആൻഡ് വർക്ക് ഫ്രണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫ്രണ്ട്. ഓക്കെ, അവിടെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. പ്ലസ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയൊരു ഐഡിയ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്ലസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതൊരു ഇഷ്യൂ ആണ്. ലൈക്ക് ഒരു പുതിയ തുടക്കം വന്നാൽ നിങ്ങൾക്ക് പേടി, അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടറിൽ നിന്ന് ആ ഒരു കൺട്രോൾ പോകുമോ, അതോ മറ്റാൾക്കാർ മറ്റാൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ മുൻഗണന കിട്ടുമോ, അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ ചില പ്രേക്ഷകർക്ക് ഫിനാൻഷ്യൽ ആണ് ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങളുടെ ഇഷ്യൂസ് തന്നെ ഫിനാൻഷ്യൽ ബേസ്ഡ് ആണ്. നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഈ ഇഷ്യൂവിൽ എന്താണ് ബ്ലോക്കേജ്. 8 of Swords. എന്താണ് ബ്ലോക്കേജ്? നിങ്ങളുടെ സ്വന്തം ഓവർ തിങ്കിങ് ആണ് ബ്ലോക്കേജ്. ദാറ്റ് ഈസ്, ഒരു പുതിയ ഐഡിയ വന്നാൽ ഈ പുതിയ ഐഡിയ അക്സെപ്റ്റ് ചെയ്താൽ ഇത് സക്സസ് ആകുമോ എന്നറിയില്ല. ബിക്കോസ് നിങ്ങൾക്ക് സക്സസ് എന്തായാലും വേണം. അറ്റ് എനി കോസ്റ്റ് ഈ സക്സസ് നിങ്ങൾക്ക് വേണം. സോ ഈ ഒരു പുതിയ ഐഡിയ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് സക്സസ് ആകുമോ? ഓവർ തിങ്കിങ്, സ്വന്തമായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്, സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇങ്ങനെ പോയാൽ ശരിയായിരിക്കില്ല, അങ്ങനെ പോയാൽ ശരിയായിരിക്കില്ല. എപ്പോഴും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ വരുമ്പോൾ യു ഹാവ് ടു ടേക്ക് എ റിസ്ക്. ഓക്കെ, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ വന്നോട്ടെ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നോട്ടെ, അവിടെ അധികം ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകാതെ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. മെൻ്റൽ ഇഷ്യൂസ് എങ്ങനെയാണ്? ലൈക്ക് ഇതൊരു നല്ല ഐഡിയ ആണെങ്കിൽ പോലും ഇത് സക്സസ് ആകുമോ എന്നുള്ള പേടി കൊണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സക്സസ് ആണ് പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ഒബ്സ്റ്റക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Now, hidden issues. Let's see. എന്താണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് വിജയം വേണം. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് തന്നെ വേണം. ആൻഡ് അതിന് നിങ്ങൾ നന്നായി വർക്കും ചെയ്യുന്നുണ്ട്. 100% നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ എപ്പോഴും സക്സസ് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സക്സസ് എപ്പോഴും വേണം. ഒരു റിലേഷൻഷിപ്പിലായാലും അതിൽ സക്സസ് വേണം. ലവ് ആണെങ്കിലും നിങ്ങളൊരു ലവ് അഭ്യർത്ഥന നടത്തുകയാണ്, ഒരു പ്രപ്പോസൽ നടത്തുകയാണെങ്കിൽ ആ അപ്പുറത്ത് നിൽക്കുന്ന ആളെ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വാശി എന്ന് തന്നെ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയാം. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വേണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റം വേണം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ്, മെയിൻ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ. ഹിഡൻ ഇൻഫ്ലുവൻസ്. വാവ്, ഹിഡൻ ഇൻഫ്ലുവൻസ് വിസ്ഡം ആണ് ഗൈസ്. ഓക്കെ, വിസ്ഡം എന്താണ്? അത് ആക്ച്വലി ഈ ഒരു കാർഡുമായിട്ട് നല്ലപോലെ യോജിച്ചു പോകും. ഒരു പുതിയ തിങ്കിങ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അത് തന്നെയാണ് വിസ്ഡം. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഹിഡൻ ഇൻഫ്ലുവൻസ് എന്താണ്? ഒരു ആൾ എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞു നിൽക്കും. ഓക്കെ, ഇവിടെ ഒരാൾ തിരിഞ്ഞു നിൽക്കുകയാണ്, വിസ്ഡമാണ് കാണിക്കുന്നത്. കയ്യിൽ ഒരു ബുക്കുണ്ട്, നല്ലതായിട്ട് വിവരം അറിയാം, എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെപ്പറ്റി നല്ല ഭംഗിക്ക് നോളജ് ഉള്ള ഒരാൾ. പക്ഷേ പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് ഫേസ് കൊടുക്കില്ല, അല്ലെങ്കിൽ ആ ആൾ പറയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഓൾറൈറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നോളജ് പോലും ചില സമയത്ത് ഈ ഒരു ഒബ്സ്റ്റക്കിൾ കാരണം,
ഈ ഒരു ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് എവിടെയോ നിങ്ങൾക്കൊരു മൈൻഡിലുണ്ട് നിങ്ങൾക്ക് സക്സസ് കിട്ടാതെ പോകുമോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ മെയിൻ അജണ്ട സക്സസ് ആണ്. ഓക്കെ, ഇതൊരു വലുതായി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഉൾമനസ്സിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചില പ്രേക്ഷകർക്ക് ഏറെ പഠിക്കണം എന്നുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾക്ക് സക്സസ് വേണം ലൈഫിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈവൻ ദോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ അബൌട്ട് എൻവയൺമെൻറ്റ്. നിങ്ങളുടെ ചുറ്റുപറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ടെംപ്ടേഷൻ. ഗൈസ്, നിങ്ങളുടെ ചുറ്റും താമസിക്കുന്ന ആൾക്കാർ, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, ഓർ സൊസൈറ്റി, നെയ്ബേഴ്സ്. അവർ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡല്ല നിങ്ങൾക്ക് തരുന്നത്. ഓൾറൈറ്റ്, ഓഫ് കോഴ്സ് നിങ്ങളുടെ സക്സസിനെ പറ്റി നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഈവൻ സംടൈംസ് നിങ്ങൾ വളരെ ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇവിടെ അവർക്കൊരു പോസിറ്റീവ് വേ അല്ല നിങ്ങൾക്കുള്ളത്. ഓക്കെ, അവരെപ്പോഴും നിങ്ങളെ ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ള. സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് എത്ര നിങ്ങൾ നിങ്ങളുടെ സക്സസ് പറയാതിരിക്കുന്നോ, എത്ര നിങ്ങളുടെ സന്തോഷങ്ങൾ ആ ആൾക്കാർ, ബിക്കോസ് അവർ നിങ്ങൾക്ക് നല്ലതല്ല ആലോചിക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഉണ്ടാവോ ഇല്ലോ എന്നുള്ളത്, അല്ലേ? അവർ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ആലോചിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഒത്തിരിയൊക്കെ ബാഗേജ് മാറ്റിത്തരും. ആൻഡ് ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്. വാവ്, ഡെസ്റ്റിനി, ഹോപ്പ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് നിങ്ങൾക്ക് ജീവിക്കേണ്ടത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, അതിന് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം. ലവ് കണക്ഷൻ ആണെങ്കിൽ ആ ആളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകാം. ഓർ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോബ് ഓർ ബിസിനസ്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ സക്സസ് വേണം, അതൊരു ലെജൻഡറി ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഹോപ്പിൽ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. വണ്ടർഫുൾ കാർഡ്, ഗ്രേറ്റ്. ആൻഡ് എന്താണ് ഔട്ട്കം? ഓക്കെ, സോ ഗ്രൂപ്പ് 3 പ്രേക്ഷകർ അവരുടെ ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്തായിരിക്കും? പ്ലീസ് ഗിവ് മീ യുവർ കാർഡ് ഡിവൈൻ. എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ? ഫ്യൂച്ചർ ഓഫ് ഗ്രൂപ്പ് 3. സീ ഗൈസ്, നിങ്ങൾക്ക് വന്നത് ഷാഡോ കാർഡാണ്. ആൻഡ് ഇത് നിങ്ങളുടെ ഔട്ട്കം ആണ്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഈ ഒരു സക്സസ് മെൻറ്റാലിറ്റി ഒന്ന് കുറച്ചാൽ, ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റാൾക്കാരോട് അധികം പറയാതെ, ആസ് വെൽ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൂടി നിങ്ങൾ പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ സന്തോഷം ഒത്തിരിയേറെ അവർക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ, പ്ലസ് ഈഗോയിസ്റ്റിക് ലെവൽ, സ്റ്റബേൺ നേച്ചർ അതൊക്കെ മാറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലൊന്ന് ശ്രദ്ധിച്ച് നിന്നാൽ, നിങ്ങൾ ബാക്കി ഇവിടെ താഴെ പറയുന്ന കാർഡ്സ് എല്ലാം വളരെ നല്ല കാർഡ്സാണ്, എക്സെപ്റ്റ് ദിസ് വൺ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റിയിട്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള എല്ലാ ഷാഡോ വർക്കും പൂർത്തീകരിച്ച് നിങ്ങൾ ലൈറ്റിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ ഡിവൈൻ പവറിലേക്ക് വരികയാണ്. സോ ഡിവൈൻ ലൈറ്റിലേക്ക് വരിക ഇൻ ദ സെൻസ് എന്താഗ്രഹിക്കുന്നോ ഉടനെ ലഭിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരും ചെയ്യും, അല്ലേ? പക്ഷേ കുറച്ച് ആൾക്കാർക്ക് വർഷങ്ങൾ എടുക്കും ആ കാര്യം നടന്ന് കിട്ടണമെങ്കിൽ. ചില ആൾക്കാർക്ക് ഇത് ഇങ്ങനെയാണ്,
ഇപ്പം ഇന്ന് ചെയ്തു നാളെ കിട്ടി എന്നുള്ള ഒരു ടൈപ്പിലേക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഈ ലൈഫ് ടൈമിലുള്ള ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ലൈറ്റിലേക്ക് വരുന്നത്. സോ ദാറ്റ് മീൻസ് അവർ വെറുതെ ഇരുന്ന് ആഗ്രഹിച്ചാലും അടുത്ത ദിവസം അവരുടെ മുമ്പിൽ ആ കാര്യം എത്തിയിരിക്കും, ഒരാഴ്ചയ്ക്കുള്ളിൽ അത് എത്തിയിരിക്കും. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വന്നു തുടങ്ങും. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ഒരു പവറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അവരറിയാതെ തന്നെ. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ആലോചിച്ചാൽ മതി, അത് അവർക്ക് വന്നു ചേരും. ഓക്കെ, സോ ഇറ്റ്സ് എ പവർഫുൾ കാർഡ്. ഈ കാർഡ് വളരെ പവർഫുൾ ആണ്. ഓക്കെ, നിങ്ങളുടെ ഔട്ട്കം ആണ്. ദാറ്റ് മീൻസ് ഇവിടെ വരുന്ന ഓവറോൾ കാർഡ്സ് ആർ ബ്യൂട്ടിഫുൾ. ചെറിയ ചെറിയ മെൻറ്റൽ ബ്ലോക്കേജസ് ആണ് നിങ്ങൾക്കുള്ളത്. ആ ബ്ലോക്കേജസ് നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഷാഡോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് പിന്നെ വളരെ സ്മൂത്ത് ആയിരിക്കും. ദാറ്റ് മീൻസ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സക്സസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ അത് ഗൃഹസ്ഥമാക്കുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് പച്ചവെള്ളം കുടിക്കുന്ന മാതിരി ബൈ ഹാർട്ട് ആക്കുന്നവർക്ക്, അത് ബൈ ഹാർട്ട് എങ്ങനെയാണ്? വിത്ത് പ്രാക്ടീസ്. സോ ബൈ ഹാർട്ട് ആക്കുന്നവർക്ക് പിന്നെ വെച്ചടി ഉയർച്ച മാത്രമാണുള്ളത്. ഓക്കെ, സോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ ഈ ഒരു കാർഡ് എപ്പോഴും വരുന്ന ഒരു കാര്യം കൂടി പറയാനാണ്, ലൈഫിൽ എപ്പോഴൊക്കെ തോന്നുന്നു ചെറിയ സ്റ്റെപ്പ് ബാക്ക് എടുക്കുകയാണ്, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു തോൽവി വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ഷാഡോ വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആസ് വെൽ നിങ്ങൾ ചൂസ് ചെയ്തത് സെൽഫ് മാസ്റ്ററി കാർഡാണ്. സെൽഫ് മാസ്റ്ററി കാർഡ് ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗിഫ്റ്റ്സ്, ഓക്കെ, നിങ്ങളുടെ ഗിഫ്റ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുക. സോ ഇവിടെ എന്ത് ബ്യൂട്ടിഫുൾ കാർഡ്സാണ് വന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഷാഡോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈറ്റിൽ വരുമ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഗിഫ്റ്റ്സും നിങ്ങൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഗിഫ്റ്റ് ഉള്ളവരും ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററി ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഗിഫ്റ്റ്സിനെ റെഡി ചെയ്യാണ്. ഓക്കെ, പഠിക്കുകയാണ്. ആസ് വെൽ ആസ് നിങ്ങളുടെ എല്ലാ ചക്രകളും ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കുണ്ടലിനി അവേക്കനിങ്, അതായി കഴിയുമ്പോൾ എല്ലാം വളരെ എളുപ്പത്തിലാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എന്താഗ്രഹിക്കുന്നു അടുത്ത ദിവസം കിട്ടുക, എന്താഗ്രഹിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുക, അതേ സെയിം ഇഫക്റ്റാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ചക്രാസ് എല്ലാം ബാലൻസ് ആകും, ഹീലാകും, ആക്ടിവേറ്റ് ആകും. കുണ്ടലിനി അവേക്കനിങ് വളരെ പവർഫുള്ളാണ്. എന്താഗ്രഹിക്കുന്നു, ആർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അത് ലഭിക്കും. ബട്ട് യെസ്, ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. നിങ്ങൾ നെഗറ്റീവ് ആഗ്രഹിച്ചാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് നേരെ ഷാഡോ സെൽഫിലേക്കായിരിക്കും പോകുന്നത്. ഓൾറൈറ്റ് ഗൈസ്, സോ നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷൻ, അവിടെ ഞാൻ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിൽ ഡേ ടു ഡേ ലൈഫിലെ കൺസേൺ ചെയ്യുന്ന മെസ്സേജസ് ആണ് ഇടാറ്. ആഴ്ചയിൽ ഒരിക്കലേ ഇടാറുള്ളൂ. ഓഡിയോ മെസ്സേജസ് ആണ്. നിങ്ങളൊന്നത് കേട്ട് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തോട്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി എൻ്റെ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.